നമസ്കാരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡിപ്പാർട്ട്മെൻ്റ് ടെസ്റ്റിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന ഈ സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ പരീക്ഷയ്ക്ക് ഏതൊക്കെ പുസ്തകങ്ങൾ ഏതൊക്കെ പേപ്പറുകൾക്ക് ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മിനിമം ക്വാളിഫിക്കേഷൻ അക്കൗണ്ടൻസ് ലോവർ വേണ്ട ജീവനക്കാർ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ തന്നെ അക്കൗണ്ടൻസ് ലോവറും അതോടൊപ്പം തന്നെ അക്കൗണ്ടൻസ് ഹയറും അപ്ലൈ ചെയ്യേണ്ടതാണ്. 8 പേപ്പറും നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാൻ നേരത്ത് അപ്ലൈ ചെയ്തിരിക്കണം. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടൻസ് ലോവർ 4 പേപ്പറിൽ ഏതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾ പരാജയപ്പെട്ടാൽ അതേസമയം തന്നെ PSC നടത്തുന്ന അക്കൗണ്ടൻസ് ഹയറിൽ ആ പേപ്പർ വിജയിച്ചെടുത്താൽ ഒറ്റ തവണയായിട്ട് അക്കൗണ്ടൻസ് ലോവറിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അക്കൗണ്ടൻസ് ലോവറും ഹയറും തമ്മിലുള്ള വ്യത്യാസം ഇൻട്രഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റിൻ്റെ കൂടെ ബെയർ ആക്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പുസ്തകങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്. അതായത് ഒരു പേപ്പറിന് 2 ചാൻസ് PSC നിങ്ങൾക്ക് നൽകുന്നു. തീർച്ചയായിട്ടും ആ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകുന്ന പുസ്തകം സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സർക്കാരിൻ്റെ തന്നെ പുസ്തകങ്ങളായിരിക്കണം പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ഗൈഡോ അനുബന്ധ പുസ്തകങ്ങളോ പരീക്ഷാ ഹാളിൽ അനുവദിക്കുകയില്ല. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ആ പുസ്തകത്തിൽ ഒരു ഓവർ റൈറ്റിങ്ങോ കൂട്ടിച്ചേർക്കലുകളോ അടയാളമോ വരയോ ഒന്നും രേഖപ്പെടുത്താൻ പാടില്ല. പരീക്ഷയ്ക്ക് നിങ്ങൾ ആ പുസ്തകവുമായിട്ട് ചെല്ലുമ്പോൾ അധികൃതർ ആ പുസ്തകം വിശദമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണെന്നുള്ള കാര്യവും ഓർമ്മിക്കേണ്ടതാണ്. നമുക്ക് സിലബസിലേക്ക് പ്രവേശിക്കാം. അക്കൗണ്ടൻസ് ലോവർ 4 പേപ്പറുകളാണ്. ആ 4 പേപ്പറിൽ ഒന്നാമത്തെ ഇനമെന്ന് പറയുന്നത് കേരള സർവീസ് റൂൾസ് വോളിയം 1 ഉം 2 ആണ്. അതിൻ്റെ അർത്ഥം അക്കൗണ്ടൻസ് ലോവറിൻ്റെ ഫസ്റ്റ് പേപ്പറായ KSR എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ കൈവശം കേരള സർവീസ് റൂൾസ് വോളിയം 1 ഉം വോളിയം 2 എന്നീ 2 പുസ്തകങ്ങൾ കരുതാവുന്നതാണ്, കൈവശം വെക്കാവുന്നതാണ്. KSRന് മാത്രം ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ KSR 100 ചോദ്യങ്ങളുണ്ടെങ്കിൽ 50 ചോദ്യങ്ങൾ വൺ വേഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ 50 ചോദ്യങ്ങൾ പ്രോബ്ലംസും ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. അതായത് ഒരു സർവീസിലുള്ള ഒരാളുടെ സർവീസ് ഡീറ്റെയിൽസ് തന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേ ഫിക്സ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷമുള്ള മിനിമം പെൻഷൻ എത്രയാണെന്ന് ഡീറ്റെയിൽസ് തന്നിട്ട് ചോദിക്കാം. അങ്ങനെ അല്ലെങ്കിൽ TA സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാകാം, ലീവിനെ സംബന്ധിച്ചുള്ള ചോദ്യം, അങ്ങനെ ഡീറ്റെയിൽസ് തന്നുകൊണ്ടുള്ള പ്രോബ്ലം സോൾവിങ്ങിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് KSRന് മാത്രം പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു പുസ്തകത്തിനോ മറ്റൊരു സിലബസിനോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അക്കൗണ്ടൻസ് ലോവറിൻ്റെ ഫസ്റ്റ് പേപ്പറിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത് കേരള സർവീസ് റൂൾസ് വോളിയം 1 ഉം അതോടൊപ്പം തന്നെ കേരള സർവീസ് റൂൾസ് വോളിയം 2 ഉമാണ്. അക്കൗണ്ടൻസ് ലോവറിൻ്റെ രണ്ടാമത്തെ പേപ്പർ കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2, കേരള ബഡ്ജറ്റ് മാനുവൽ. രണ്ടാമത്തെ പേപ്പർ എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ കൈവശം 3 പുസ്തകങ്ങൾ കരുതാവുന്നതാണ്. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2, കേരള ബഡ്ജറ്റ് മാനുവൽ. ഈ 3 പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കാം നിങ്ങളോട് ചോദിക്കുക. ഈ പുസ്തകം നോക്കി തന്നെ നിങ്ങൾക്ക് ആ പരീക്ഷയിൽ പങ്കെടുക്കാവുന്നതാണ്. പുസ്തകത്തെ സംബന്ധിച്ച് നല്ലൊരറിവ് നോക്കി എഴുതാൻ കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു സാമർഥ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഉറപ്പാണ്. മൂന്നാമത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1, ഇൻട്രഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്സ്. ഈ മൂന്നാമത്തെ പേപ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇൻട്രഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്നുള്ളത് വിത്തൗട്ട് ബുക്കാണ്. പരീക്ഷകളിൽ അതിനുള്ള പുസ്തകമോ ഗൈഡോ കൊണ്ടുപോകാൻ പാടില്ല. മൂന്നാമത്തെ പേപ്പർ അക്കൗണ്ടൻസ് ലോവറിൻ്റെ മൂന്നാമത്തെ പേപ്പർ പരീക്ഷ എഴുതാൻ പോകുന്നവർ അവരുടെ കൈവശം കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 എന്നുള്ള പുസ്തകം മാത്രമേ കൈവശം വെക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യവും ഓർത്തിരിക്കേണ്ടതാണ്. അടുത്ത അക്കൗണ്ടൻസ് ലോവറിലെ 4ാമത്തെ പേപ്പറിലേക്ക് പ്രവേശിക്കാം.
നാലാമത്തെ പേപ്പർ കേരള ട്രഷറി കോഡ് വോളിയം 1ഉം 2ഉം, കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. നാലാമത്തെ പേപ്പർ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ 3 പുസ്തകങ്ങൾ നിങ്ങൾക്ക് കരുതാവുന്നതാണ്. കേരള ട്രഷറി കോഡ് വോളിയം 1, അതോടൊപ്പം തന്നെ കേരള ട്രഷറി കോഡ് വോളിയം 1ഉം കേരള ട്രഷറി കോഡ് വോളിയം 2, കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. ഈ 3 പുസ്തകങ്ങൾ നിങ്ങളുടെ കൈവശം നിങ്ങൾക്കുണ്ടായിരിക്കുക. പുസ്തകത്തിൽ നിന്ന് നോക്കി നിങ്ങൾക്ക് ആൻസർ രേഖപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ അക്കൗണ്ടൻസ് ഹയർ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1ഉം 2ഉം കേരള ബഡ്ജറ്റ് മാനുവലുമാണ്. 3 പുസ്തകങ്ങൾ നമ്മൾ അല്പം മുമ്പ് കണ്ടു. അക്കൗണ്ടൻസ് ലോവറിൻ്റെ രണ്ടാമത്തെ സെറ്റ് തന്നെയാണ് അക്കൗണ്ടൻസ് ഹയറിൻ്റെ ഒന്നാമത്തെ സെറ്റായിട്ട് വന്ന് നിൽക്കുന്നത്. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2, കേരള ബഡ്ജറ്റ് മാനുവൽ. അക്കൗണ്ടൻസ് ഹയറിൻ്റെ രണ്ടാമത്തെ പേപ്പർ ഇൻട്രഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ്റ്സ് അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ് വിത്തൗട്ട് ബുക്കാണ്. അത് പരീക്ഷയ്ക്ക് പുസ്തകമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അതോടൊപ്പം അതിനോട് ചേർന്ന് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ബെയർ ആക്ട്, ഈ 2 പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാവുന്നതാണ്. ഇതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകമാണ് ലോവറിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് ഹയറിലുള്ള മാറ്റമായിട്ട് നിലനിൽക്കുന്നത്. ഹയറിൻ്റെ മൂന്നാമത്തെ പേപ്പർ കേരള ട്രഷറി കോഡ് വോളിയം 1ഉം 2ഉം കേരള അക്കൗണ്ട് കോഡ് വോളിയം 2ഉമാണ്. ഹയറിലെ നാലാമത്തെ പേപ്പർ കേരള സർവീസ് റൂൾസ് വോളിയം 1ഉം 2ഉമാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷയെ സംബന്ധിച്ചുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു നിബന്ധന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വേണം പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാനായിട്ട്. അത് പരീക്ഷാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, അക്കൗണ്ടൻസ് ലോവർ മിനിമം യോഗ്യത വേണ്ടവർ അക്കൗണ്ടൻസ് ലോവറും ഹയറും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഉദാഹരണമായി ലോവറിലെ ഫസ്റ്റ് പേപ്പർ KSR ആണ്, ഹയറിലെ ലാസ്റ്റ് പേപ്പറും KSR ആണ്, കേരള സർവീസ് റൂൾസ് ആണ്. 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. പോർഷൻസ് എല്ലാം സെയിം ആണ്. അക്കൗണ്ടൻസ് ലോവർ തയ്യാറെടുക്കുന്നവർക്ക് അക്കൗണ്ടൻസ് ഹയറും ഓക്കെയാണ്, അവർ പരീക്ഷ എഴുതാൻ റെഡിയാണ്. അപ്പോൾ 2 ചാൻസ് ഒരേ സമയത്ത് തന്നെ കിട്ടുന്നു. ഇതിൽ 2ഉം വിജയിച്ചാൽ സന്തോഷം. അതിലേതെങ്കിലും ഒന്ന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം തന്നെ അക്കൗണ്ടൻസ് ലോവർ എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ 100,000 ആശംസകളും വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി.